ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രവി പാലക്കാട്. AC വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജിൻ്റെയൊക്കെ PCB റിപ്പയർ ചെയ്യുന്നയാൾ. ഇന്ന് നമ്മൾ LGയുടെ ഒരു സിംഗിൾ ഡോർ ഫ്രിഡ്ജിൻ്റെ ഇൻവെർട്ടർ ബോർഡാണ് നോക്കാൻ പോകുന്നത്. ഇതിനകത്ത് വരാൻ ചാൻസ് ഉള്ള കംപ്ലൈൻറ്റുകൾ എന്തൊക്കെയാണ്, എന്താണ് ഇതിൻ്റെ ഫങ്ഷൻ, ഇതിൻ്റെ കണക്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം ഇത് എത്തരത്തിലുള്ളൊരു ബോർഡായിരിക്കും വരിക എന്നുള്ളത്, അല്ലേ? വേറെ ഇപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻ പറയാനൊന്നുമില്ല, വളരെ സിമ്പിളാണ് കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഇതൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വെച്ചത് തന്നെ. എല്ലാറ്റിലും കൊടുക്കണ പോലെ നമ്മൾ 230 വോൾട്ട് ഇതിനകത്താണ് കൊടുക്കേണ്ടത്. ഇതൊരു OLP സ്വിച്ചാണ്, ഇത് എർത്ത് വയർ. ഇത് രണ്ടും നമ്മൾ കംപ്രസറിന് മുകളിലുള്ള OLP കൊടുക്കുക ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് ഷോർട്ട് ചെയ്തിട്ടാലും മതി ഇപ്പോൾ തൽക്കാലം. ഇതിൻ്റെ തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന കണക്ഷൻ 230 വോൾട്ട് നമ്മൾ തെർമോസ്റ്റാറ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഇതിനകത്ത് കൊടുക്കും. അതാണ് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ. അത് ഈ ഒക്ടോ കപ്ലർ വഴി ഇതിലേക്ക് പാസ് ചെയ്തിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുക. ഇത് കമ്പനി പ്രോഗ്രാമിംഗ് ഓപ്ഷനാണ്, നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. സിംഗിൾ ഡോർ ഫ്രിഡ്ജിനകത്ത് ഇത് പ്രത്യേകിച്ച് ഇതിനകത്ത് റോളൊന്നുമില്ല. ഇത് അറിയാം, UVW കംപ്രസറിലേക്കുള്ള കണക്ഷൻ, അല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞു, ഇതിനകത്താണ് നമ്മൾ 230 വോൾട്ട് കൊടുക്കുന്നത്. ഈ 230 വോൾട്ട് ഇവിടെ ഒരു ഫ്യൂസ് വരും. ഈ ഫ്യൂസ് വഴി ഇവിടെ ഒരു ലൈൻ ട്രാൻസ്ഫോമറിന് പകരം ഇവർ 2 NTC പാരലായിട്ട് ഇട്ടിട്ടാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇതൊരു കണക്ഷൻ, അതായത് ഇതൊരു കണക്ഷൻ നേരിട്ട് വരുന്നത് ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സെൻറ്റർ പിന്നിലേക്കാണ്. ഇവിടുന്ന് നേരെ വരുന്നത് ഇവിടേക്കാണ്. അതിൻ്റെ അടുത്ത് വരുന്ന ഫേസ് കണക്ഷൻ ഈ OLP വഴി പോയി ഇവിടെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം അതിന് ശേഷമാണ് ഈ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ അടുത്ത പിന്നിലേക്ക് പോകുന്നത്. പ്രിൻ്റ് നോക്കിയാലറിയാം. അതായത് ഇവിടുന്ന് ഇതിൽ വരും. ഇതിൽ നിന്ന് നമ്മൾ OLP വഴി പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ പിന്നിലേക്ക് പോകും. അപ്പോൾ എല്ലാറ്റിലും പറയുന്ന പോലെ തന്നെ ഈ മെയിൻ ബ്രിഡ്ജ് റെക്ടിഫയറിൻ്റെ സെൻറ്റർ പിന്നിൽ 230 വോൾട്ട് എത്തും. അപ്പോൾ എത്തുന്നതിന് മുമ്പ് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ ഫ്യൂസ് പോയിട്ടുണ്ടോ നോക്കാം. അത് നമ്മൾ ഇപ്പോൾ ഡെഡാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവരും ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഫ്യൂസ് തന്നെയാണ്. പിന്നെ ഈ NTC 2 ഇതുവഴിയാണ് സീരീസ് ആയിട്ട് പാരലായിട്ട് കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. ന്യൂട്രലും ഫേസിലും ഓരോ NTC വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ന്യൂട്രലും ഫേസും കൂടെ ലൂപ്പ് ചെയ്യുന്ന കൂട്ടത്തിലൊരു മോവ് ഇട്ടിട്ടുണ്ട്, അതായത് ഒരു പ്രൊട്ടക്ഷൻ ഡിവൈസ്. ന്യൂട്രലും ഫേസും കൂടി ഡയറക്റ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിലും ഈ ഫ്യൂസ് അടിച്ചു പോകാനും അല്ലെങ്കിൽ ട്രിപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ഇത്രയും ഭാഗങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇവിടെ കൊടുക്കുന്ന 230 വോൾട്ട് ഈ OLPയും കടന്ന്, OLPയിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇവിടെ എത്തില്ല. OLPയും കടന്ന് ഈ മെയിൻ റെക്ടിഫയറിൻ്റെ സെൻറ്റർ പിന്നിൽ എത്തണം. എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയാം, അത് റെക്ടിഫൈ ചെയ്ത് നമുക്ക് DC ആക്കി തരും. ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്. ഇത് കപ്പാസിറ്റർ 4 കപ്പാസിറ്ററാണ് അവർ പാരലായിട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ബോക്സിൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. കാരണം ഇതിൻ്റെ വാല്യൂള്ള വലിയ കപ്പാസിറ്റർ ഇടുമ്പോൾ ആ സ്പേസ് ചിലപ്പോൾ നമുക്ക് മതിയായി എന്ന് വരില്ല. അങ്ങനെ 4 കപ്പാസിറ്ററും കൂടെ അത് ഫിൽട്ടർ ചെയ്ത് ഈ പിന്നിൽ നമുക്ക് 300 വോൾട്ട് കിട്ടും. നമുക്കറിയാം ഇതിൻ്റെ പോസിറ്റീവ് പിന്ന്. ആ 300 വോൾട്ട് നേരിട്ട് ഈ IPM, അതായത് മെയിൻ ICയുടെ ഒരു മെയിൻ പിന്നിലേക്കും, അതേ 300 വോൾട്ട് തന്നെ ഇവിടെ വരുന്ന ഈ SMPS ICയുടെ പിന്നിലേക്കുമാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ SMPS IC എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഫ്യൂസ് അടിച്ചു പോകുക, അല്ലെങ്കിൽ ഷോർട്ട് എഫക്റ്റ് ചെയ്യാം. IPMൽ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഫ്യൂസ് അടിച്ചു പോകും, മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നമ്മൾ ഫ്യൂസ് അഥവാ പോയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ മോവ് എന്തെങ്കിലും ഷോർട്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഡിവൈസ് ഷോർട്ടായിട്ടുണ്ടോ നോക്കുക. പിന്നെ ഈ OLPയിലേക്ക് പോകുന്ന കണക്ഷൻ അവിടെ എന്തെങ്കിലും ഷോർട്ട് ഉണ്ടോ നോക്കുക. എന്നിട്ട് അത് കറക്റ്റായി കൃത്യമായി തിരിച്ചു വരുന്നുണ്ടോ നോക്കുക.
എന്നതിന് ശേഷം ഈ ഐ സിയിൽ എന്തെങ്കിലും ഷോർട്ടുണ്ടോ, ഈ ഐ പി എമ്മിൽ ഷോർട്ടുണ്ടോ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്യൂസ് ഇട്ടിട്ട് 230 വോൾട്ട് ഇട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഇത്രയും വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാറ്റിലും ഉള്ള പോലെ തന്നെ ഇതൊരു മിനി SMPS ആണ്. ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വർക്കിംഗ് വോൾട്ടേജസ് അതായത് 15 വോൾട്ടും 5 വോൾട്ടും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ SMPS ആണ്. ഈ SMPS അതിനോട് ചേർന്നുള്ള ഈ ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് 15 വോൾട്ട് കിട്ടും. ഇവിടുന്ന് ഈ കപ്പാസിറ്ററാണ് 15 വോൾട്ടിൻ്റെ ഫിൽറ്റർ. ഇവിടുന്ന് ഈ റെസിസ്റ്റൻസ് വഴി ഈ 7805 റെഗുലേറ്റർ ഐ സി ആണത്. 7805 റെഗുലേറ്റർ ഐ സിയുടെ ഈ പിന്നിൽ 15 വോൾട്ട്, ആ 15 വോൾട്ടാണ് നേരിട്ട് ഇവിടെ ഐ പി എമ്മിലേക്ക് വർക്കിംഗ് വോൾട്ടേജായി കിട്ടുന്നത്. അതേ 15 വോൾട്ട് തന്നെയാണ് റെഗുലേറ്റർ വഴി ഇതിൻ്റെ 7805 റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് 5 വോൾട്ട്. ഈ 5 വോൾട്ട് ഈ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ 15 വോൾട്ടും ഈ 5 വോൾട്ടും അത് രണ്ടും കൃത്യമായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ മൈക്രോ കൺട്രോളർ വർക്ക് ചെയ്യും. പിന്നെ അത് ഇവിടുന്ന് സ്റ്റാർട്ടിങ് കൊടുത്ത് ഈ ഐ പി എം വർക്ക് ചെയ്യും. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൽ തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന കമാൻഡ്, അതായത് തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് നമ്മൾ ഇതിലാണ് കൊടുക്കുന്നത്. ഇതിൽ 230 വോൾട്ട് തന്നെ വരും. അത് ഒരു ഹൈ ഓം റെസിസ്റ്റൻസ് ഇട്ടിട്ട്, ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ഇട്ടിട്ട്, അതായത് 100K റെസിസ്റ്റൻസ് ആയിട്ടിരിക്കുന്നത് ചെറിയൊരു വേരിയേഷൻ, ചെറിയൊരു പാർട്ട് ഇപ്പുറത്ത് കിട്ടും. അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് ഒരു ഡയോഡ് ഇട്ടിട്ടുണ്ട്. റെക്ടിഫൈ ചെയ്ത് DC ആക്കി ആ DC ആണ് ഈ ഒക്ടോ കപ്ലറിൻ്റെ 1, 2 പിന്നുകളിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ വോൾട്ടേജ് ഇവിടെ കിട്ടിയാലേ ഈ ഒക്ടോ കപ്ലറിൻ്റെ ഔട്ട്പുട്ട് വഴി ഇതിന് കമാൻഡ് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനും വളരെ പ്രധാനമാണ്. അതായത് ഈ വോൾട്ടേജസ് എല്ലാം റെഡിയാണ്, എന്നിട്ടും കൃത്യമായി വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ നോക്കുക. ഈ റെസിസ്റ്റൻസോ ഈ ഡയോഡോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, ഇതിൽ കൃത്യമായി തെർമോസ്റ്റാറ്റിൽ നിന്ന് 230 വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ഈ ഒക്ടോ കപ്ലർ കംപ്ലൈൻറ്റ് ഉണ്ടോ നോക്കാം. ഡൗട്ടാണെങ്കിൽ അതൊന്ന് മാറ്റിവിടാം. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ അത് നമുക്കറിയാം. ഈ റെഗുലേറ്റർ ഐ സിയുടെ ഔട്ട്പുട്ട് നമ്മൾ ഇതിനൊക്കെ ഒരുപാട് മുമ്പ് ചെക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ നമ്മളത് ചെയ്യുന്നില്ല. നമുക്ക് ഇത്രയും ഭാഗങ്ങൾ കിട്ടിയാൽ ഇതിൽ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ വർക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് ഞാൻ ഈ IPM ചെക്ക് ചെയ്യുന്ന കാര്യം ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മളിത് ഓൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ പോസിറ്റീവെന്നും നെഗറ്റീവെന്നും ഈ IPMൻ്റെ പിന്നിലേക്ക്, അതായത് ഔട്ട്പുട്ട് പിന്നിലേക്ക് UVWയിലേക്ക് ഡയറക്റ്റ് ലീക്കോ ഷോർട്ടോ വരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുക. എന്നിട്ട് അതൊന്നും വരുന്നില്ല, നോർമൽ ഇതേ വരുന്നുള്ളൂ എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ. ഇനി നമുക്കിതിൻ്റെ കണക്ഷൻസ് ഓരോന്നായിട്ട് കൊടുത്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. ബോർഡിൽ നമ്മൾ 230 വോൾട്ട് കൊടുത്തിട്ട് ചെക്ക് ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ എഫക്റ്റ് നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ച് വേണ്ട റിപ്പയറിങ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഞാനിതിലൊരു 230 വോൾട്ട് ഈ ലൈനിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു OLP വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഇനി ഇതൊന്ന് ഓൺ ചെയ്യാം. ഇപ്പം ഞാൻ കംപ്രസറിൻ്റെ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നില്ല. നമുക്ക് ഇതിൻ്റെ വോൾട്ടേജും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം കംപ്രസറിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ കൊടുക്കാം. അപ്പോഴേ അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ ബോർഡൊന്ന് ഓൺ ചെയ്യാൻ പോവാം. ഓക്കെ, ഓൺ ചെയ്ത ഉടനെ ഇവിടെ ഒരു ബ്ലിങ്കിങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വർക്കിംഗ് വോൾട്ടേജസ് എല്ലാം കറക്റ്റാണെന്ന് അർത്ഥം. എങ്കിലും നമുക്ക് ഇതിൻ്റെ വോൾട്ടേജസ് ഓരോ സ്റ്റേജിലും എത്ര വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണ് നമ്മൾ 230 വോൾട്ട് കൊടുക്കുന്നത്. നമ്മൾ മീറ്ററിൽ ആദ്യം AC വോൾട്ട് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം കറക്റ്റ് 240 വോൾട്ട് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ NTC വഴി ഇവിടെ വരും. ഈ ഫ്യൂസും കടന്ന് ഇവിടെ വരും. ഇവിടെ 230 വോൾട്ട് വരും. എന്നിട്ട് ഇത് ഒരു ലൈൻ OLP വഴി, ഓവർലോഡ് പ്രൊട്ടക്ടർ വഴി ഇവിടെ തിരിച്ചെത്തും. കംപ്രസർ ടെർമിനലിൻ്റെ ഭാഗത്തൊരു OLP വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുവഴി സീരീസ് ആയിട്ടാണ് നമ്മളിതിൽ കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും ഓവർലോഡ് വരികയാണെങ്കിൽ
കട്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ OLP വഴി ഇവിടെ എത്തും. ഇതാ ഇതിൻ്റെ പിന്ന് ഞാൻ മുമ്പേ പറഞ്ഞു നേരിട്ട് ഇവിടെ ഇതിലേക്കാണ് കൊടുക്കുന്നത്, ഇതിലേക്കും. അപ്പോൾ നമുക്കറിയാം മെയിൻ റെക്ടിഫയറിൻ്റെ പിന്നിൽ ഇതാ ആ 240 കൃത്യമായിട്ട് എത്തും. അപ്പോൾ ഈ ഫ്യൂസിനോ ഈ NTCക്കോ ഇവിടെ വരുന്ന മോവിനോ ഒന്നും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലെങ്കിലാണ് ഇതിവിടെ എത്തുക. ഇൻക്ലൂഡ് ഈ OLPയിലടക്കം. OLPയിലൊന്നും പ്രശ്നങ്ങളില്ലെങ്കിൽ കൃത്യമായിട്ട് 230 വോൾട്ട് നമുക്ക് ഇവിടെ കിട്ടും. അതിനുശേഷം നമ്മളത് DC വോൾട്ട് സെലക്ട് ചെയ്യാം മീറ്ററിൽ. അതെ, എന്നിട്ട് നമ്മൾ ഇതിൻ്റെ റെക്ടിഫയറിൻ്റെ മെയിൻ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്യുക. അതാ 327 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റാണ്. ഇതിൻ്റെ നെഗറ്റീവ് പിന്ന് സെലക്ട് ചെയ്തിട്ട് ഇതവിടെ പോസിറ്റീവ് നോക്കാം. ആ 325 കൃത്യമായി കിട്ടുന്നുണ്ട്. നമ്മൾ വീണ്ടും അത് നേരെ ഈ പിന്നിലേക്കാണ് വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഈ പിന്നിലേക്കും പോകുന്നുണ്ട്, SMPSൻ്റെ പിന്നിലേക്ക്. അവിടെയൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ട്. ഈ പിന്നാണ് ഇതിൻ്റെ ഇടയിൽ കൊണ്ടുപോയി പിന്ന് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഷോർട്ടാണ് ഉണ്ടാവട്ടെ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. കറക്റ്റ് ആ വോൾട്ടേജസ് എല്ലാം കൃത്യമായി കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇടയിൽ ഒരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ വോൾട്ടേജ് എങ്ങാനും ഈ നമ്മുടെ UVWയുടെ ലൈനിലേക്ക് മിക്സായി വരുന്നുണ്ട്. അത് നമ്മൾ മുമ്പേ മീറ്ററിൽ നോക്കിയപ്പോൾ ലീക്കൊന്നും കണ്ടില്ല. എങ്കിലും ഈ ഹൈ വോൾട്ടിലിട്ട് ചെക്ക് ചെയ്യുമ്പോൾ അറിയാം മൈന്യൂട്ട് ലീക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഇത് നെഗറ്റീവ് പോയിൻറ്റിൽ വെച്ചു. ഇവിടെ വെച്ച് സെലക്ട് ചെയ്യുമ്പോൾ 14 വോൾട്ട് ആവറേജ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ലോഡൊന്നും ഇല്ലാതെ കൊണ്ട് സാധാരണ ഒരു 11-12 വോൾട്ട് വരെ കാണിക്കാം. ഇത് നോർമലാണ്, ഇത് കംപ്ലൈൻ്റ് അല്ല. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആണെന്ന് നമുക്കറിയാം. ഇനി അടുത്തത് ഇതേ നെഗറ്റീവ് തന്നെയാണ്. നമ്മൾ ഇവിടെ ഇതിൽ 15 വോൾട്ട് വരേണ്ടത് നോക്കാം. അതായത് റെഗുലേറ്റർ ICയുടെ 15 വോൾട്ട് 14.95 കറക്റ്റായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഔട്ട്പുട്ട് 5 വോൾട്ട് വരേണ്ടോ നോക്കാം. അതും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും വോൾട്ടേജ് എല്ലാം കറക്റ്റാണ്, ഇതിൽ ഷോർട്ടൊന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമുക്ക് കംപ്രസറിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ ഈ തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷനും കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യണം. നമുക്ക് വർക്ക് ചെയ്യണ്ടോ നോക്കാം. നമ്മൾ 230 വോൾട്ട് ആദ്യമേ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ UVW ഔട്ട്പുട്ടിൽ നമ്മളൊരു ടെസ്റ്റിംഗ് ഡിവൈസ് മുമ്പേ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അറിയാലോ അല്ലേ, ഒരു DC ഇൻഡോർ മോട്ടറിൽ നമ്മൾ ആൾട്രേഷൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. OLP മുമ്പേ തന്നെ നമ്മൾ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തെർമോസ്റ്റാറ്റിൻ്റെ കണക്ഷൻ കൊടുക്കാം. അതായത് തെർമോസ്റ്റാറ്റിൽ നിന്ന് വരുന്ന 230 വോൾട്ട് ഇതിൽ കിട്ടിയാലേ ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വരും, ഇതിൻ്റെ സർക്യൂട്ട് ഫില്ലാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഈ AC-യുടെ തന്നെ പാരലായിട്ട് ഒരു വയർ കണക്ഷൻ കൊടുത്ത് വയ്ക്കാം. എന്നിട്ട് ഓൺ ചെയ്തതിന് ശേഷം ഇതിൽ കൊടുക്കാം. ഇതാദ്യമേ കൊടുത്തു കഴിഞ്ഞാൽ 3 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിൽ കണക്ഷനെല്ലാം കൊടുത്തു വെച്ചതിന് ശേഷം ഓൺ ആയതിന് ഈ ബോർഡ് നമ്മൾ ഓൺ ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഉടനെ റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. കണക്ഷൻ കൊടുക്കുന്നത് നമുക്ക് ഓൺ ചെയ്തതിന് ശേഷം കൊടുക്കാം. ബോർഡ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ മുമ്പേ കണ്ട ബ്ലിങ്കിങ് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി വളരെ കെയർഫുള്ളായിട്ട് നമുക്കിത് ഈ തെർമോസ്റ്റാറ്റിൻ്റെ കണക്ഷൻ ഇതിലേക്ക് എടുത്ത് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട്. കംപ്ലൈൻ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യണം. കണക്ഷൻ കൊടുത്തപ്പോൾ കംപ്രസർ ഒന്ന് എടുത്തിട്ട് സ്ട്രക്കായി നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കംപ്ലൈൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത്രയും ഭാഗങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.